ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യമേ എടുത്തേക്കുന്നത് ഒരു കട്ടിയുള്ളൊരു പേപ്പർ എടുത്തു. അപ്പോൾ നോർമൽ എപ്പോഴത്തെയും പോലെ തന്നെ വീട്ടിലെ പഴയ കല്യാണ ലെറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. അതെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തു. അതാകുമ്പോൾ നമുക്ക് ആ കേവ് ഷേപ്പ് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്ലാഗ് തന്നെ അങ്ങ് ചെയ്താലോ എന്ന്. അപ്പോൾ ആദ്യമേ ആ ഒരു ഫ്ലാഗിൻ്റെ ഒരു പേപ്പറിൽ വരച്ചതിന് ശേഷം സൂചി വെച്ച് ഫുള്ള് കവർ ചെയ്ത് ഹോള് ഇട്ടു. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിലെ നൂലങ്ങോട്ട് എടുക്കുക. ആദ്യമേ നമുക്ക് ബോർഡർ കൊടുത്തിട്ട്, അതായത് ആദ്യത്തെ ആ ഒരു ഓറഞ്ച് കളറാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫുള്ള് ബോർഡർ അപ്പോൾ അടുപ്പിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. ഒരു 3-4 ഹോളിൻ്റെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് തയ്ക്കുന്ന രീതിയിൽ കൊടുത്താൽ മതി. ഇപ്പം എംബ്രോയ്ഡറി ഒന്നും അറിയാത്തവരാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. കാരണം ഈ പറയുന്ന ഞാനും എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും തുണിയാവുമ്പോൾ നമുക്ക് ഒരുമാതിരി ചുരുങ്ങി വരും. അതായത് ഇത് പേപ്പർ ആയതുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കില്ല. മറ്റേതാകുമ്പോൾ ചെയ്തിട്ടുള്ളവർക്കറിയാം ഒരുമാതിരി ചുരുണ്ട് പോലെ വരും. അപ്പം നമുക്കൊരു സുഖം കിട്ടത്തില്ല അത് ചെയ്യാനായിട്ട്. പക്ഷേ തിരിച്ച് ഈ ഒരു എംബ്രോയ്ഡറിയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പേപ്പറിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതാകുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് അതും ഹോളും ഇട്ടിട്ടുണ്ടല്ലോ, ആ ഹോളിൽ നിന്ന് കയറ്റുക മറ്റേ ഹോളിൽ നിന്ന് ഇറക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. അത് ഏത് പാറ്റേണായിട്ട് ഇപ്പം ഇത് ഞാൻ ഫ്ലാഗ് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കൊടുത്തു. അപ്പം നമുക്കിഷ്ടമുള്ള പാറ്റേൺ നമുക്ക് ഇതിൽ തന്നെ ക്രോസ് ആയിട്ടോ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓറഞ്ചും കൊടുത്തു, ഗ്രീനും കൊടുത്തു, ഇനി വൈറ്റും കൊടുത്തിരിക്കും. അപ്പോൾ വൈറ്റ് എൻ്റെ കയ്യിൽ എംബ്രോയ്ഡറി നൂല് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ സാധാരണ തയ്ക്കുന്ന നൂലുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത്. ഏത് നൂലായാലും കുഴപ്പമില്ല. അതൊരു 3 ഇഴ ഇട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ചക്രത്തിന് എനിക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്രം ചെയ്യുമ്പം ഞാൻ ഒരു 3 ഇഴ ഇട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഈ പറഞ്ഞല്ലോ 1-2 ഇഴ ഇട്ടാൽ മതി. അപ്പോൾ ആ ഒരു വൈറ്റ് ഷെയ്ഡ് നല്ലപോലെ എടുത്ത് കാണിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.